പ്രൈസ് ദി ലോർഡ്. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 21-22 വാക്യം. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക. സങ്കീർത്തനം 26:2 പറയുന്നുണ്ട്, യഹോവേ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. നോക്കൂ, സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, എന്നെ ശോധന ചെയ്യണം, അതും പരീക്ഷിച്ച് ശോധന ചെയ്യണം. എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മെ ഇതുപോലെ ഒന്ന് ദൈവസന്നിധിച്ച് നമ്മളൊന്ന് ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? നമ്മെ ശോധന ചെയ്യുമ്പോൾ, നമ്മുടെ ഹൃദയം പരിശോധിക്കുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് നാം തന്നെ ഒന്ന് ചിന്തിക്കുക. ഹല്ലേലൂയ. സങ്കീർത്തനം 17:3 ദാവീദ് പറയുന്നുണ്ട്, നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു, നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നുമില്ല, എൻ്റെ വായി ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നോക്കൂ, തൻ്റെ ജീവിതത്തിലെ ഹല്ലേലൂയ, അതായത് തള്ളപ്പെടൽ, ഹല്ലേലൂയ, അപ്പനും അമ്മയും ഉപേക്ഷിച്ച ആ അവസരത്തിൽ പോലും ഇവിടെ പറയുകയാണ്, നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു. നമ്മുടെ കർത്താവ് ശോധന ചെയ്യുക. ഹല്ലേലൂയ. രാത്രിയിൽ സന്ദർശിക്കുമ്പോൾ പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ഹൃദയത്തിലെ ദുരുദ്ദേശമൊന്നും കാണുവാനിടയാകരുത്. ഹല്ലേലൂയ. നോക്കൂ, എൻ്റെ വായി ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെയും ജീവിതത്തിൽ ഈ ഒരു ഉറപ്പുണ്ടാകണം. ദൈവഹിതമില്ലാതെ, കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒന്നിലും ഞാൻ കടന്നു പോകുകയില്ല. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന രീതിയിൽ എൻ്റെ ദൈവമേ എന്നെ കടത്തിവിടല്ലേ. ഈ ദാവീദിനെ പോലെ എൻ്റെ ഹൃദയവും ശോധന ചെയ്യുമ്പോൾ ഹല്ലേലൂയ, യാതൊരു വിധത്തിലൊരു ദുരുദ്ദേശവും കാണാതെ വണ്ണം കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് നമുക്കെപ്പോഴും പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രിയ മക്കളെ, നോക്ക്, ഇവിടെ പറയുകയാണ്, എന്നെ ശോധന ചെയ്തു. നാം തമ്മിൽ കുറവുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, കുറവുകൾ ഏറ്റു പറയുകയും അവിടെ ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു, 70 വട്ടം നമ്മൾ ക്ഷമിക്കുന്നവരായിരിക്കണം. ഇന്ന് എന്താ, ഒരു വട്ടം പോലും ഒന്ന് ക്ഷമിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലേക്ക്, അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് ഇന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ക്ഷമിക്കുവാൻ കഴിയത്തില്ല. എല്ലാവർക്കും എന്താണ്, ഹല്ലേലൂയ, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ദിവസങ്ങളെ ആയിരിക്കുമ്പോൾ പ്രിയ മക്കളെ, നമ്മുടെ അപ്പൻ നമ്മോട് ചോദിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അത് നോക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരിക്കുന്നുവോ? ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. നീ എന്നെ ശോധന ചെയ്ത്, ഹല്ലേലൂയ, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. ഹല്ലേലൂയ. നമുക്കും പറയാം, എൻ്റെ അപ്പൻ എന്നെ ശോധന ചെയ്തു എന്ന്. ഹല്ലേലൂയ. സങ്കീർത്തനം 95:9 പറയുന്നുണ്ട്, അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. പ്രിയ മക്കളെ, രാവിലെയും വൈകിട്ടും മന്ന കൊടുത്ത് കാടപ്പക്ഷി ഇറച്ചിയായി കൊടുത്തവരുടെ വസ്ത്രം ജീർണിക്കാതെ 40 വർഷമായി യഹോവ, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്തു. എന്നിട്ട് എന്താണ്, ഹല്ലേലൂയ, അവർക്ക് യാതൊന്നിനും മുട്ടു വന്നിട്ടില്ല. എന്നിട്ടും പലപ്പോഴും പിറുപിറുപ്പിന്റെ അനുഭവമാണ് അവരിൽ കണ്ടുവരുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ആവർത്തന പുസ്തകം 8:2 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവർ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് നിങ്ങളെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ,
നോക്കൂ. ഹല്ലേലൂയ. നമ്മെ നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ പലപ്പോഴും നന്മകൾ വരുമ്പോൾ നമ്മളെ കർത്താവിനെ മറന്നു പോകും. ഹല്ലേലൂയ. തിന്മ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഒരു പ്രയാസം കടന്നു വരുമ്പോൾ അപ്പാ പിതാവേ എന്ന് വിളിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തേക്ക് ചെല്ലും. ഹല്ലേലൂയ. എന്നിട്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നോക്കൂ, 4-8 പറയുന്നു, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയും അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തെന്ന ആ നല്ലതൊക്കെ ഒന്ന് ഓർക്കണം പ്രിയ മക്കളെ. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നമ്മളെ നന്ദിയുള്ളവരായി തീരണം. ഹല്ലേലൂയ. എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുന്നവരായി, കർത്താവിന് നന്ദിയുള്ളവരായി തീരണം. ഹല്ലേലൂയ. നമ്മളൊന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും കർത്താവിന്റെ സന്നിധി നമുക്കായിത്തീരണം. ഹല്ലേലൂയ. ഇന്നെന്താണ് വിചാരപ്പെട്ട് ഹല്ലേലൂയ പ്രാർത്ഥനയൊക്കെ കുറഞ്ഞിരിക്കുന്ന അവസരമായിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയ മക്കളെ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം. പല സന്ദർഭങ്ങളും പല അവസരങ്ങളും ഹല്ലേലൂയ സംഭവങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നാം ഓർക്കണം, ഹല്ലേലൂയ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു വന്ന്. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ കടന്നു വരുന്നത് ഹല്ലേലൂയ നമ്മെ തകർക്കുവാനല്ല, ചിലപ്പോൾ കണ്ണുനീരിന്റെ അനുഭവങ്ങളെ കടന്നു വരാം. അതായത് ജയവീരനായ യേശു നമ്മോട് കൂടെ ഉണ്ട്. പ്രിയ മക്കളെ, എന്ത് പ്രയാസങ്ങൾ നേരിട്ടാലും അതിനെയൊക്കെ ജയിച്ച കർത്താവ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ ജയവീരനായ യേശു നമ്മളായിരിക്കണം. സകലവും ശോധന ചെയ്യുന്ന ഹല്ലേലൂയ അപ്പന്റെ സന്നിധി നമ്മളെ ഹല്ലേലൂയ ആക്കിയിരിക്കുമ്പോൾ നാം നല്ലത് മുറുകെ പിടിക്കുന്നവരായിരിക്കണം. പ്രിയ മക്കളെ, ദൈവഹിതമില്ലാത്തതെല്ലാം നമ്മൾ അകറ്റിക്കളയണം, അതിനെല്ലാം മാറ്റിക്കളയണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നല്ലത് മുറുകെ പിടിക്കണം. യേശു അപ്പച്ചൻ എന്താണ് ഹിതമാകുന്നത്, അപ്പൻ എന്താണ് ഇഷ്ടപ്പെടുന്നത്, അത് വേണം നമ്മൾ മുറുകെ പിടിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ ശോധന ചെയ്ത് ദിനംതോറും ഹല്ലേലൂയ ഉറപ്പ് വരുത്തി നമ്മൾ മുന്നേറണം. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 13:5 പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലേ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ നമ്മൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നമ്മൾ ശോധന ചെയ്യണം. നാം എന്നും ചിന്തിക്കണം. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുന്നവരായി തീരണം. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 3:14 പറയുന്നുണ്ട്, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. ഹല്ലേലൂയ. ആ ശ്രേഷ്ഠനായ മഹാപുരോഹിതനായി നമുക്കുള്ള അപ്പച്ചനെ നമ്മൾ മുറുകെ പിടിക്കണം. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ മനുഷ്യർ നമ്മളെ തള്ളിക്കളയും, നമ്മുടെ കൂടെ നിൽക്കുന്നവർ തള്ളിക്കളയും. ഹല്ലേലൂയ. നമുക്ക് മുറുകെ പിടിക്കുവാനുള്ളത് നമ്മുടെ അപ്പന്റെ കരത്തിലാണ്. ഹല്ലേലൂയ. തെസ്സലോനിക്കർ എഴുതിയ 2 ലേഖനം 2:15 പറയുന്നുണ്ട്, ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. നമ്മളെ കേൾപ്പിച്ച ദൈവവചനങ്ങളെ, നമ്മൾ അറിഞ്ഞ വചനങ്ങളെ, ദൈവിക ഉപദേശങ്ങളെ, ഹല്ലേലൂയ ന്യായപ്രമാണം അനുസരിച്ചിട്ടുള്ള എല്ലാം നമ്മളെ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. അതാണ് നമ്മൾ മുറുകെ പിടിക്കണം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം, പ്രാർത്ഥനയിൽ നമ്മൾ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. ദൈവിക സുവിശേഷത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം. ഈ ദിനങ്ങളിൽ നമ്മൾ കർത്താവിന്റെ മുഖം അന്വേഷിക്കുന്നവരായി, കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവരായി ഹല്ലേലൂയ പ്രാർത്ഥനയോട് ദൈവസന്നിധി നമുക്കായിത്തീരാം. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. ദൈവഗീതമില്ലാത്തതെല്ലാം വിട്ടകന്ന് കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കായിത്തീരാം. ഹല്ലേലൂയ. ദൈവഗീതമില്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ പാടില്ല. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധി ചെല്ലുമ്പോൾ നമ്മളെ ഹല്ലേലൂയ സകലത്തിന് ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ പരിശോധിക്കും. ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ നിർത്തുമ്പോൾ നമ്മൾ കുറവുള്ളവരാണോ കുറ്റക്കാരാണോ എങ്ങനെയുള്ളവരാണെന്ന് അന്നേരമാണ് അറിയുന്നത്. അതനുസരിച്ചാണ് പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത്. പ്രിയ മക്കളെ, ഇപ്പോൾ കിട്ടുന്ന ജീവിതം കർത്താവിനായിട്ട് നമുക്ക് ജീവിക്കാം. നല്ലത് മുറുകെ പിടിച്ച് നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം
കൂടുതൽ സ്ഥിരതയോടെ ഓടാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുവാണ്. ഹല്ലേലൂയ. ഓരോ മക്കൾക്കും കർത്താവെ, ഹല്ലേലൂയ, നല്ലത് മുറുകെ പിടിക്കുവാനുള്ള കൃപ കൊടുക്കണമേ. പാപ സ്വഭാവങ്ങളെല്ലാം വിട്ടകലുവാൻ ദൈവം കൃപ ചെയ്യണം കർത്താവെ. ദൈവകരങ്ങളെല്ലാം മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവിക അനുഗ്രഹത്താൽ എല്ലാവരുമായി തീരട്ടെ. കർത്താവ് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.